അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗം മക്കൾ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഉഷാറല്ല വായിച്ചത്? ക്ലിയർ ആണല്ലോ? ഡൗട്ടൊക്കെ ചോദിക്കണം, നമ്പറൊക്കെ സാറിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എനിവേ അടുത്ത് നോക്കൂ. ലേക്കിൻ, അടുത്ത പാരഗ്രാഫ്. ലേക്കിൻ ऐसा के दिनों तक चलता, उसके पंखों की संख्या लगातार घटती चली गई। अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था, न बहुत समय तक पंख उसे सहारा दे सकते थे। आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाफते हुए बैठ जाना पड़ता। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। वह बहुत पिछड़ जाता, फिर भी दीमक खाने का उसके शौक कम नहीं हुआ। दीमकों के लिए गाड़ी वालों को वह अपने पंख तोड़ तोड़ कर देता रहा. നോക്ക് സംഭവിച്ചത്, നമ്മളെ ആർത്തിക്കാരൻ പക്ഷിയായി തൻ്റെ തൂവൽ കൊഴിഞ്ഞു പോണത് പുള്ളിക്കാരൻ അറിയുന്നില്ല. നോക്കൂ ഇനി. ലേക്കിൻ എന്നാൽ ഐസാക്കെ ദിനോം തക്ക് ചൽത്ത ഇപ്രകാരം ദിനങ്ങൾ കഴിഞ്ഞു പോയി. ഡെയിലി 2 ദീമക്ക് 1 തൂവൽ. ഇപ്രകാരം ദിനങ്ങൾ കഴിഞ്ഞുപോയി, കടന്നുപോയി. ഉസ്കെ പങ്കോം കി സംഖ്യ, അവൻ്റെ പങ്കോം കി സംഖ്യ തൂവലുകളുടെ എണ്ണം, പങ്ക് തൂവലുകൾ, സംഖ്യ എണ്ണം, ലഗാത്താർ കണ്ടിന്യൂസ് തുടർച്ചയായി, ഘടുത്തി ചൽഗൈ കുറഞ്ഞു വന്നു. അവൻ്റെ തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. കാരണം ഡെയിലി 1 തൂവൽ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, സ്വാഭാവികമായിട്ടും എണ്ണം കുറഞ്ഞു വന്നു. അബ് വഹ് ഊഞ്ചായിയോം പർ അപ്പന സന്തുലൻ സാത്ത് നഹി സക്താത. അബ് വഹ് ഇപ്പോൾ അവന് ഊഞ്ചായിയോം പർ ഉയരങ്ങളിൽ, അപ്പന സന്തുലൻ തൻ്റെ കൺട്രോള്, സന്തുലൻ സാത്ത് നഹി സക്താത സാധ്യമാക്കാൻ കഴിയില്ല. കാരണം അവനിങ്ങനെ പറക്കാനേ സപ്പോർട്ടിന് തൂവലുകൾ വേണ്ട, എണ്ണം കുറഞ്ഞു വരില്ലേ. ഇപ്പോൾ അവന് ഉയരങ്ങളിൽ തൻ്റെ സന്തുലനം അത് അഥവാ തൻ്റെ കൺട്രോള് സാധ്യമാക്കാൻ കഴിയുമായിരുന്നില്ല. ന ബഹുത്ത് സമയത്തക് വളരെ സമയം വരെ, പങ്ക് ചിറകുകൾ, ഉസെ അവനെ, സഹാരാ ദേ സക്തെ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിറകുകൾ തൂവല് കുറവാണല്ലോ. തൂവല് കുറവായ ചിറകുകളിൽ അവന് വളരെയേറെ ഇങ്ങനെ വായുവിൽ ചിറകിട്ടടിക്കാൻ കഴിയില്ല. അപ്പോൾ വാക്കർത്ത് എങ്ങനെയാണ്? ന ബഹുത്ത് സമയത്തേക്ക് വളരെ സമയം വരെ, പങ്ക് തൂവലുകൾ, ഉസെ അവനെ, സഹാരാ ദേ സക്തെ അവനെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ആകാശ് യാത്രാക്കെ ദൗരാൻ ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോം, पेड़ों की चोटियों, गुंबदों और बुर्ज पर हाफते हुए बैठ जाना पड़ता. ആകാശ് യാത്രയ്ക്ക് ദൗരാൻ, ആകാശയാത്രയുടെ ഇടയ്ക്ക്, ദൗരാൻ ബിറ്റ്വീൻ ഇടയിൽ, ആകാശയാത്രയുടെ ഇടയിൽ, ഉസെ അവന്, ജൽദി ജൽദി വേഗം വേഗം, പഹാടി ചട്ടാനോ പഹാടി ചട്ടാനോ ശരിക്കും പഹാടി പർവ്വതമാണ് ഇവിടെ അർത്ഥം. പർവ്വതത്തിലെ ചട്ട എന്ന് പറഞ്ഞാൽ പാറ. ഈ പാറകളിൽ, പേടോം കി ചോട്ടിയ മരത്തിൻ്റെ ശിഖരങ്ങളിലും, പേടോം കി ചോട്ടിയ മരത്തിൻ്റെ ചോട്ടിയ ശിഖരങ്ങൾ, ചോട്ടിയ ശിഖരങ്ങളല്ല, അതിന് കൊമ്പുകൾ തന്നെ, മരത്തിൻ്റെ ശിഖരങ്ങളോ കൊമ്പുകളിലും, ഗുംബന്തോ താഴികക്കൂടം, പള്ളിയുടെ ഇങ്ങനെ താഴികക്കൂടം ഉണ്ടല്ലോ, ഇങ്ങനെ റൗണ്ട് ഷേപ്പുള്ളത്, അങ്ങനെ താഴികക്കുടങ്ങളിലും, ബുർജ് എന്ന് കേട്ടിട്ടുണ്ടോ? ബുർജ് ഖലീഫ എന്നൊക്കെ കേട്ടില്ലേ? ബുർജ് മീൻസ് ടവർ, ഗോപുരം, ടവറുകളിലും ഗോപുരങ്ങളിലും, ഹാഫ്തേ ഹുയ ആകെ അണച്ചുകൊണ്ട് അഥവാ കിതച്ചുകൊണ്ട്, ബൈഡ് ജാന പടുത്ത ഇരിക്കേണ്ടി വന്നു. അപ്പം എങ്ങനെയാ പറയാം? ഒരുപാട്, അതായത് ആകാശത്തൂടെ യാത്ര പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അവന്
അവന് വളരെ പെട്ടെന്ന് തന്നെ പാറക്കൂട്ടങ്ങളിലും മരത്തിൻ്റെ ശിഖരങ്ങളിലും ഗോപുരങ്ങളിലും അതുപോലെ തന്നെ താഴികക്കൂടങ്ങളിലും അണച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആകെ കിതച്ചുകൊണ്ട് അവന് ഇരിക്കേണ്ടി വന്നു. കാരണം ചിറകിൽ തൂവൽ കുറവാണല്ലോ. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. ഉസ്കെ അവൻ്റെ പരിവാർ വാലെ കുടുംബങ്ങളും അവൻ്റെ കുടുംബാംഗങ്ങളും തഥാ ഡാഡി മമ്മി അവൻ്റെ കുടുംബങ്ങളും അപ്രകാരം മിത്ര കൂട്ടുകാരും ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ഉയരങ്ങളിൽ നീന്തിക്കൊണ്ട് ആകെ ബഡ് ജാത്തെ മുന്നോട്ട് പോയി. അവർക്ക് യാതൊരു പ്രശ്നമില്ല, കാരണം അവർക്ക് തൂവലുണ്ട്. അപ്പോൾ അവരുടെ ഹായ് ഹായ് ഹുയ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ട്രോളിക്കൊണ്ട് അവൻ്റെ കുടുംബങ്ങളും അവൻ്റെ കസിൻ, അവൻ്റെ അങ്കിൾ ബേർഡും അവൻ്റെ ആൻറ്റി ബേർഡും കുടുംബ പക്ഷികളൊക്കെ കുടുംബത്തിൽപ്പെട്ട എല്ലാതരം അവൻ്റെ വർഗത്തിൽപ്പെട്ട എല്ലാ പക്ഷികളും അവനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി. ബഹുത്ത് പിച്ചെടുത്ത അവൻ ബഹുത്ത് വളരെയധികം പിച്ചെടുത്ത പിന്തള്ളപ്പെട്ടു അവൻ വളരെയധികം പിന്തള്ളപ്പെട്ടു. ഫിർബി ദീമക് ഖാനേക്ക എന്നിട്ടും ചിതൽ തിന്നാനുള്ള ഉസ്കാ ഷൗക്ക് അവൻ്റെ ഇഷ്ടം കം നെഹീം ഹുവ കുറഞ്ഞില്ല. എന്നിട്ടും ചിതലുകൾ തിന്നാനുള്ള അവൻ്റെ ഇഷ്ടം കുറഞ്ഞില്ല. ദീമകോം കേലിയെ ചിതലുകൾക്ക് വേണ്ടി ഗാഡി വാലേക്കോ ഈ വണ്ടിക്കാരന് അപ്പനെ പങ്ക് തൻ്റെ തൂവല് തോടുക്കർ മുറിച്ച് ദേത്താരഹ കൊടുത്തുകൊണ്ടിരുന്നു. തൻ്റെ ശരീരമാണ് താൻ ഏറ്റവും ഡേഞ്ചറായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നൊന്നും അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ അവൻ ദിവസം ഓരോ തൂവലിങ്ങനെ നമ്മുടെ വണ്ടിക്കാരന് കൊടുത്തു. പകരം 2 ദീമക്കെ 2 ചിതലുകളെ അവൻ വാങ്ങിക്കൊണ്ടിരുന്നു. നോക്കൂ, ഒരിക്കലൂടെ പാരഗ്രാഫ്. ലേക്കിൻ ഐസാക്കെ ദിൻ ചൽ ചക്ക, എന്നാൽ ഇപ്രകാരമുള്ള ദിവസങ്ങൾ കടന്നുപോയി. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഗഡ്തി ചലുകി, അവൻ്റെ തൂവലുകളുടെ സംഖ്യ തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നു. അബ് വഹ് ഊഞ്ചായി ഓംപർ, ഇപ്പോൾ അവൻ ഉയരങ്ങളിൽ അപ്ന സന്തുലൻ തൻ്റെ നിയന്ത്രണം സാധു നഹി സക്ത സാധിക്കുമായിരുന്നില്ല. ന ബഹുത്ത് സമയത്തേക്ക് ഉസേ സഹാര ദേ സക്തത, വളരെ സമയത്തോളം തൂവലുകൾ അവനെ സഹായിച്ചില്ല, സപ്പോർട്ട് ചെയ്തില്ല. ആകാശ് യാത്രാക്കെ ദൗരാൻ, ആകാശയാത്രക്കിടെ ഉസേ അവന് ജൽദി പെട്ടെന്ന് തന്നെ പഹാടി ചട്ടാനോ പർവ്വതക്കൂട്ടങ്ങളിലും പാറക്കൂട്ടങ്ങളിലും പേടോം കി ചോട്ടിയാം മരത്തിൻ്റെ ശിഖരങ്ങളിലും ഗുംബന്തോ താഴികക്കുടങ്ങളിലും ബുർജ് പർ ടവറുകളിലും അഥവാ ഗോപുരങ്ങളിലും ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട് ബൈഡ് ജാന പടുത്ത ഇരിക്കേണ്ടി വന്നു. ഉസ്കെ പരിവാർ വാലെ അവൻ്റെ കുടുംബക്കാരും തഥാ അപ്രകാരം മിത്ര കൂട്ടുകാരും ഊഞ്ചായിയോം പർ തൈർത്ത ഹുയ ഉയരത്തിൽ നീന്തിക്കൊണ്ട് ആകെ ബഡ് ജാത്തെ മുന്നോട്ട് പോയി. വഹ് ബഹുത്ത് പിച്ചട് ജാത്ത അവൻ വളരെയേറെ പിന്തള്ളപ്പെട്ടു. ഫിർബി ദീമക് ഖാനേക്ക ഉസ്കാ ഷൗക്ക് കം നഹി ഹുവ, എന്നിട്ടും ചിതലുകൾ തിന്നാനുള്ള അവൻ്റെ ഇഷ്ടം കുറഞ്ഞില്ല. ദീമകോം കേലിയെ ചിതലിന് വേണ്ടി ഗാഡി വാലേക്കോ വണ്ടിക്കാരനെ വഹ് അപ്പനെ അവൻ തൻ്റെ തൂവൽ അവന് പങ്ക് തൂവൽ തോർക്കർ പൊട്ടിച്ചിട്ട് ദേത്താരഹ കൊടുത്തുകൊണ്ടിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഫിർ उसने सोचा कि आसमान में उड़ना ही फिजुल है, वह मूर्खों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति भी कम होती हुई और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुद कर पहुंचता, लेकिन दीमक खाने का शौक नहीं छूटा. നോക്കൂ. ഫിർ പിന്നീട് ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു. എന്ത്? കി എന്തെന്നാൽ ആസ്മാൻമേം ഉഡ്നാഹി ആകാശത്ത് പറക്കുന്നത് തന്നെ ഫിജൂൽ ഹെ, ഫിജൂൽ യൂസ്ലെസ് നിഷ്പ്രയോജനമാണ്. വെറുതെ ആകാശ ചുറ്റി കറങ്ങിയാൽ ചിലപ്പോൾ ഒരു പ്രാണിയെ കിട്ടിയാൽ കിട്ടി. നിങ്ങളുടെ മുന്നിലിങ്ങനെ കൊടുത്താൽ മതി, മുന്നിലിങ്ങനെ വരികയാണ്, ജസ്റ്റ് ഒരു തൂവൽ കൊടുത്താൽ മതി.
അപ്പോൾ പിന്നീട് അവൻ ചിന്തിച്ചു, ആകാശത്ത് പറക്കുന്നത് തന്നെ നിഷ്പ്രയോജനമാണ് എന്നവൻ മനസ്സിലാക്കി. വഹ് മൂർഖ് കാ കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ്, വെറുതെ പൊട്ടപ്പണിയാണ്. മൂർഖോം കാ കാം ഹെ, വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് യഹ്ദീക്ക്, അവൻ്റെ അവസ്ഥയും യഹ്ദീക്ക് ഇതായിരുന്നു. എന്തായിരുന്നു? അബ് ഇപ്പോൾ, വഹ് അവൻ, ആസ്മാൻമേം ഉടുഹി, ആകാശത്ത് പറക്കാൻ തന്നെ നെഹി സക്ത, കഴിയുമായിരുന്നില്ല. ഇപ്പോൾ അവൻ്റെ അവസ്ഥയും ആകാശത്ത് പറക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഡെയിലി ഓരോ തൂവൽ പൊട്ടിച്ചു കൊടുക്കല്ലേ. ഇപ്പോൾ അവൻ്റെ അവസ്ഥയും ആകാശത്ത് പറക്കാൻ ഉള്ളതായിരുന്നില്ല. വഹ് സിർഫ് ഏക്ക് പേടിസേ ഉടുക്കർ, അവന് കേവലം ഒരു മരത്ത് നിന്ന് ഉടുക്കർ പറന്നിട്ട് ദൂസരേ പേടുത്തക്ക്, മറ്റൊരു മരം വരെ പഹൂഞ്ച് പാത്ത, എത്തിച്ചേരാൻ കഴിയും. അധികമായിട്ട് പറക്കൂല, ഒരു മരത്തിന് മെല്ലെ തൊട്ടടുത്ത മരം വരെ അവന് പറക്കാൻ കഴിയുമായിരുന്നു. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഹുയി, ധീരെ ധീരെ മെല്ലെ മെല്ലെ, ഉസ്കി അവൻ്റെ, യഹ് ശക്തി ബി ഈ ശക്തിയും, കം ഹോത്തി ഹുയി കുറഞ്ഞു വന്നു, മെല്ലെ മെല്ലെ അവൻ്റെ ഈ ശക്തിയും കുറഞ്ഞു വന്നു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर उदकर पहुंचता. സംഭവിക്കുന്നതാണ് ഇങ്ങനെ അതിവളവ് കാണിച്ചാണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക്, പിന്നെ ആ ശക്തിയും കുറഞ്ഞു. ഏക് സമയം ആയ, ഇപ്രകാരമുള്ള ഒരു സമയം വന്നു. ഇപ്രകാരമുള്ള സമയം, ജബ് വഹ് ബഡി മുഷ്കിൽസ്, അവൻ വളരെ പ്രയാസത്തോടെ, പേടുക്കി ഏക്ക് ഡാൽസേ ലഗി ഹുയി, മരത്തിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ചിട്ട്, ഒരു കൊമ്പിൽ നിന്നിട്ട്, ദൂസരി ഡാൽ पर മറ്റേ കൊമ്പിലേക്ക്, ചൽക്കർ ചാടിയിട്ട്, ഫുതുക്കർ ചൽക്കർ നടന്നിട്ടും ഫുതുക്കർ നടന്ന് ചാടിയിട്ടും, പഹൂഞ്ചിത്ത എത്തിച്ചേർന്നു. ആദ്യം ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക്, പിന്നെ അതും കഴിഞ്ഞില്ല, പിന്നെ ഒരു മരത്തിലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് തന്നെ മെല്ലെ നടന്നിട്ടും ചാടിയിട്ടൊക്കെ എത്തിച്ചേർന്നു. ലേക്കിൻ ദീമക് ഖാനേക്ക, എന്നാൽ ചിതൽ തിന്നാനുള്ള ഷൗക്ക്, അവൻ്റെ ഇഷ്ടം, നെഹീം ചൂട്ട ഒഴിഞ്ഞിരുന്നില്ല, അവസാനിച്ചിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും തീരെ ക്ഷീണിച്ചിട്ടും താൻ മരണത്തിലേക്കാണ് പോവാന്ന് അറിഞ്ഞിട്ടും, പണ്ടാരാൾ അങ്ങനെയാണല്ലോ, അവനൊരിക്കലും ചിതൽ തിന്നാനുള്ള തൻ്റെ ആഗ്രഹം അവൻ ഉപേക്ഷിച്ചില്ല. പാരഗ്രാഫ് എന്താ പറയുന്നത് ഇവിടെ? ഫിർ ഉസ്നെ സോച്ചാക്കി, പിന്നീട് അവൻ ചിന്തിച്ചു, ആസ്മാൻമേം ഉടനാക്കി ഫിജൂൽഹെ, ആകാശത്ത് പറക്കുന്നത് തന്നെ നിഷ്പ്രയോജനമാണെന്ന് ചിന്തിച്ചു. വഹ് മൂർഖോം കാ കാമിക, അത് വിഡ്ഢികളുടെ പണിയാണ്. ഉസ്കി ഹാലത്ത് യഹ്ദീക്കി, അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അബ് വഹ് ആസ്മാൻമേം ഉടുഹി നെഹീം സക്താദം, അവനിപ്പോൾ ആകാശത്ത് പറക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. വഹ് സിർഫ് ഏക്ക് പേടിസേ ഉടുക്ക, അവൻ കേവലം ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് ദൂസരെ പേടുത്തക്ക് പഹൂഞ്ച് പാത്ത, രണ്ടാമത്തെ മരം വരെ എത്തിച്ചേർന്നു. ധീരെ ധീരെ ഉസ്കി ശക്തി ബി കം ഹോത്തി ഹുയി, മെല്ലെ മെല്ലെ അവൻ്റെ ഈ ശക്തിയും കുറഞ്ഞു വന്നു. അവർ ഏക്ക് സമയം വഹ് ആയ, ഇപ്രകാരമുള്ള ഒരു സമയം വന്നു, അവൻ ബഡി മുഷ്കിൽസെ, വളരെ പ്രയാസത്തോടെ ബുദ്ധിമുട്ടോടെ, പേടുക്കി ഏക്ക് ഡാൽസെ ലഗി ഹുയി, മരത്തിൻ്റെ ഒരു ചില്ലയിൽ പിടിച്ചുകൊണ്ട്, ദൂസരി ഡാൽ पर മറ്റേ ചില്ലയിലേക്ക്, ചൽക്കർ ചാടിയിട്ട്, നടന്നിട്ട് ചാടിയിട്ടും എത്തിച്ചേർന്നു. ലേക്കിൻ ദീമക് ഖാനേക്ക ഷൗക്ക് നെഹീം ചൂട്ട, എന്നാൽ ചിതൽ തിന്നാനുള്ള ഇഷ്ടം നെഹീം ചൂട്ട ഉപേക്ഷിച്ചില്ല. അത്രയും ശരിക്ക് വായിക്കേട്ടോ. ശരിക്ക് ബഹുത്ത് അച്ചാസെ പഠിത്തോ. ഓക്കെ, അടുത്ത ക്ലാസ് ബാക്കി കേട്ടോ.